നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കുതിച്ചുയരുമ്പോൾ കേരളത്തിൽ നാളികേര ഉൽപാദനം കൂപ്പുകുത്തിയ അവസ്ഥയിലാണ്. ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില കിലോയ്ക്ക് 500 രൂപ കടക്കുമെന്നാണ് ആശങ്ക. കൊപ്രക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഇറക്കുമതി സാധ്യത തേടുകയാണ് കേരഫെഡ്. ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി വേണം. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 180 രൂപയും തേങ്ങയ്ക്ക് 32 രൂപയുമായിരുന്നു. ഇപ്പോൾ വെളിച്ചെണ്ണ വില 430 മുതൽ 470 രൂപയും തേങ്ങയ്ക്ക് 78 രൂപ മുതൽ 85 രൂപയുമായി. പാം ഓയിൽ, സൂര്യകാന്തി, സോയാബീൻ എണ്ണകളുടെ ഇറക്കുമതി നിയന്ത്രിക്കാൻ 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി ചുങ്കം 20 മുതൽ 32% വരെ ഉയർത്തിയതോടെ ഇവയുടെ വില ഉയർന്നു. പിന്നാലെ വെളിച്ചെണ്ണയുടെ വിൽപ്പന കൂടുകയും വില വർദ്ധിക്കുകയും ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള തേങ്ങ വരവ് കുറഞ്ഞതും പ്രഹരമായി. കേരളത്തിൽ തെങ്ങു കൃഷിക്കായി കോടിക്കണക്കിന് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഫലം കാണുന്നില്ല. കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി എന്നിവയുടെ ആക്രമണവും കൂമ്പുചീയൽ, കാറ്റുവീഴ്ച തുടങ്ങിയ രോഗങ്ങളും കാരണം തെങ്ങുകൾക്ക് വ്യാപക നാശം. കാലാവസ്ഥാ വ്യതിയാനം കാരണം 20% വരെ ഉൽപാദനം കുറഞ്ഞു. രണ്ടാം തരം കൊപ്ര ശേഖരിച്ച് രാസപദാർത്ഥങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന വെളിച്ചെണ്ണ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നു. പാരാഫിൻ ഓയിൽ ഉൾപ്പെടെയുള്ളവ കലർത്തിയ ബ്രാൻഡുകളും വിപണിയിലുണ്ട്. പിണ്ണാക്കിൽ നിന്നും എണ്ണ ഉൽപ്പാദിപ്പിച്ച് നല്ല വെളിച്ചെണ്ണയിൽ ചേർത്തും വിൽക്കുന്നു. രാസപദാർത്ഥങ്ങൾ ചേർത്ത് ശുദ്ധീകരിക്കുന്നത് ഭക്ഷ്യയോഗ്യമല്ല. മിനറൽ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, കോട്ടൺ സീഡ് ഓയിൽ എന്നിവ കലർത്തുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് ഏക ആശ്വാസം ഇനി ഓണത്തിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ BPL-കാർക്ക് സബ്സിഡി വെളിച്ചെണ്ണ ലഭിക്കും എന്നത് ആണ്. പക്ഷേ അത് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോൾ പൊന്നിൻ വിലയെ പോലെ തന്നെ തേങ്ങ വിലയും എണ്ണ വിലയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണക്കാർക്ക് വളരെയധികം പ്രയാസമേറിയതുമാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്